ഹായ് കൂട്ടുകാർ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടമ്മമാർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മുടെ വേദനകളും വിഷമങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമ്മൾ ശ്രദ്ധിക്കാതെ, അഥവാ നമ്മളത് ശ്രദ്ധിച്ചാൽ തന്നെ അത് സാരമില്ല, അല്ലെങ്കിൽ നമ്മൾ സഹിച്ചു കൊണ്ട് നടന്ന് അത് അവസാനം ബുദ്ധിമുട്ടിലാകുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടമ്മമാർ എന്ത് ചെയ്യും? നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അല്ലേ. ഭക്ഷണം ആയിക്കോട്ടെ, അവർക്ക് വേണ്ട നേരത്തും കാലത്തും ഓരോ കാര്യങ്ങളും അല്ലേ. ഓരോ വീട്ടമ്മയ്ക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. എന്തെങ്കിലും വേദനകളും വിഷമങ്ങളും വന്നാലും നമ്മളത് കാര്യമാക്കാതെ അതെല്ലാം സഹിച്ചുകൊണ്ട് നമ്മൾ മുന്നേറി പോവുകയാണ് അല്ലേ. അപ്പം ഞാൻ അതിങ്ങനെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2-3 സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൽ ഞാൻ ഒരു സർജറിയുടെ കഥ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു പിന്നെ എന്ത് സർജറി കഴിഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, 1ാമത്തെ സർജറി കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് തുടർന്ന് 3 സർജറികളും ഒരു ഡിസ്ക് കംപ്ലൈൻറ്റുള്ള വീഴ്ചയും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടെ ഡ്യൂട്ടിക്ക് ഞാൻ പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിവയറ്റിൽ ഇങ്ങനെ വേദന ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അത് ഞാൻ അത്ര കാര്യമാക്കാറില്ല. അങ്ങനെ തോന്നുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്തിരി ചെറുപുളിയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. അപ്പോൾ എനിക്കത് ഇട്ട് കുടിച്ച് കഴിഞ്ഞ് അറിഞ്ഞിട്ടും എന്താണ് നമ്മൾ കൂടുതൽ അറിഞ്ഞിട്ടല്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കങ്ങനെ വേദന കുറയും. അങ്ങനെയായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഏകദേശം ജോലി റിസൈൻ ചെയ്യുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് വേദന ഇങ്ങനെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോറൊന്നും വേണം തോന്നിയില്ല. അത് കഴിഞ്ഞ് വേദന സഹിക്കാൻ പറ്റില്ല. 2:30 ആകുമ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സിസ്റ്റർമാരുടെ റൂമിൽ അവിടെ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു, അതിൻ്റെ സൈഡിലവിടെ പോയിട്ടിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ബുക്കൊക്കെ അടച്ച് വെച്ച് ഞാൻ അങ്ങനെ അവിടെ പോയിട്ടിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ വേദനയോട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. എന്നെ പക്ഷെ ആരോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതൊരു സിസ്റ്റർ കണ്ടപ്പോൾ ആ സിസ്റ്റർ വേഗം ഓഫീസിൽ പോയിട്ട് പറഞ്ഞു, ചോദിച്ചു അവിടെ ഇരുന്ന് കരയുണ്ടല്ലോ, എന്താണെന്ന് അറിയാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓഫീസിൽ നിന്നുള്ളവരും വന്നു. എന്താ ചേച്ചി, എന്താ പറയൂ, എന്താ ഞങ്ങളോടൊന്നും പറയാതിരുന്നു ചോദിച്ചു. പക്ഷെ ഞാൻ ആരോടും പറയാതിരുന്നത് എന്താ വെച്ചാൽ വേദന കുറഞ്ഞോട്ടെ, കുഴപ്പമില്ല എന്നിട്ട്. എനിക്ക് വലതു ഭാഗത്തായിരുന്നു വേദന കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയായത് എന്താ വെച്ചാൽ ഇനി അപ്പൻഡിക്സ് എങ്ങാനും ആണെങ്കിലോ എന്നുള്ള പേടിയോണ്ടാണ് ഞാൻ ഇനി എനിക്ക് സർജറി ഇഞ്ചക്ഷൻ ഹോസ്പിറ്റലിൽ ഒന്ന് കേട്ടനെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ പറഞ്ഞിട്ട് കാര്യം എനിക്ക് ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലതും ചിലപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത്, പല വേദനകളാണെങ്കിലും വിഷമങ്ങളും നമ്മൾ മിണ്ടാതിരിക്കണതിൻ്റെ ഒരു കാരണം അതാണ്. എനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ തല ചുറ്റും ഞാൻ ബോധം കെട്ട് വീഴും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയ്ക്ക് എനിക്കിതിന് മുൻപ് ഇതിനോടനുബന്ധിച്ച് ഞാൻ മലയാടി വയറിൽ ചിലപ്പോൾ വേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ മോഷൻ പാസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആവില്ല. നമ്മൾ ബാത്റൂമിൽ പോവും, പക്ഷേ സാറ്റിസ്ഫാക്ഷൻ അല്ലാതെ നമ്മൾ പോരും. നമുക്കൊരു ഇത് വേണ്ട, അങ്ങനെയില്ല. അപ്പം ഞാൻ പ്രജിയോട് പറയും, എനിക്ക് മോഷൻ ക്ലിയർ അല്ല, എന്താണെന്നറിയില്ല ഇങ്ങനെ പറയും. അപ്പോൾ പ്രജി പറയുന്ന ചേച്ചി ഒന്ന് ഡോക്ടറെ കണ്ടാലെങ്കിൽ അങ്ങനെ. അപ്പോൾ എനിക്ക് അതും പേടിച്ചിട്ട് ഞാൻ അതും കഴിച്ചു കൂട്ടിയിരുന്നു. ഇങ്ങനെ എനിക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനതെല്ലാം കൊണ്ട് നടന്നിങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ മെൻസസ് ക്ലിയറാണ്. 28ാം ദിവസം കറക്റ്റ് എനിക്ക് പീരീഡ്സ് ആവും. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് തോന്നണില്ല. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു കിഡ്നി സ്റ്റോണിൻ്റെ വേദനയായിരിക്കും ഈ അടിവയറ്റിൽ. പിന്നെ നമ്മൾ ബാത്റൂമിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡിസ്ക് കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം യൂറോപ്യൻ ക്ലോസറ്റാണ് ഉപയോഗിക്കുന്നത്. അതുവരെ ഞങ്ങൾ ഇന്ത്യൻ ക്ലോസറ്റ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ യൂറോപ്യൻ ക്ലോസറ്റ് ഇരിക്കുന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, നമുക്ക് മോഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക വേണം. അതായത് നമുക്ക് പോകുന്നത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ആവണില്ല, നമ്മൾ ബാത്റൂം പോക്ക് നമുക്ക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അടിവയറ്റിൽ കൂടെ ഒരു കുളത്തിപ്പിടുത്തം വന്നിട്ട് ശരിക്കും ഫ്രണ്ടിലേക്ക് ആ കുളത്തിപ്പിടുത്തം വരുമ്പോൾ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോകും. അത്രയ്ക്കും വേദനയാണത് കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്. ഉടനെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. ഡോക്ടറെ കണ്ടതിന് ശേഷം നമ്മൾ എന്തായാലും കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ഞാനതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങനെ വേദനയായിട്ട് സിസ്റ്റർ അപ്പം എന്ത് ചെയ്തു, ഡോക്ടർക്ക് വിളിച്ച് പറഞ്ഞു. ഞാൻ പറയാറുണ്ട് ഡോക്ടർ ശശിധരനെ വിളിച്ച് പറഞ്ഞു, ജ്യോതിച്ചിക്ക് ഇങ്ങനെ വയറിൻ്റെ വലതു ഭാഗത്ത് വേദന ഉണ്ട്, കരയുന്നുണ്ട്, ബുദ്ധിമുട്ട് വേദന ഉണ്ട് എന്ന് പറഞ്ഞു.
ഡോക്ടർ വേഗം സ്കാനിങ്ങിന് അപ്പം തന്നെ ഫോണിൽ കൂടെ മൗത്ത് ഓർഡറിൽ പറഞ്ഞു. സിസ്റ്റർമാർ അത് എഴുതിയെടുത്തു. അങ്ങനെ തന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് അപ്പം നമ്മുടെ പുതിയ മാനേജ്മെൻറ്റാണ്, പുതിയ മാനേജറാണ്. അപ്പോൾ അവരെല്ലാവരും എന്നെ കൂടെ ആംബുലൻസിൽ അങ്ങനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് സ്കാനിങ് ചെയ്തപ്പോൾ സ്കാനിങ് ഡോക്ടർ നമുക്കറിയുന്നത് ഡോക്ടർ ആശ വടക്കാഞ്ചേരിയാണ്. ഡോക്ടർ ആശ നമുക്കറിയുന്നത് കൊണ്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇപ്പം എന്താ ജോലിക്ക് തോന്നിയത്? വയറുവേദനയാണ് മാഡം, എനിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ജോലിക്ക് വേദന അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ എന്താ മാഡം ചോദിച്ചു ഞാൻ കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഫൈബ്രോയിഡ് ഉണ്ട്, യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്, പിന്നെ ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്, പിന്നെ എൻഡോമെട്രിയം തിക്നെസ് നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും സർജറികൾ വേണ്ടി വരും. അത് എന്തായാലും സാറ് പറയും, അതനുസരിച്ച് എന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റിസൾട്ടുകളൊക്കെ കിട്ടി. സാറിൻ്റെ വീട് ഡോക്ടർ ആശയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഇനി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിൽ വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്കാനിങ് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ പോയിട്ട് സാറിനെ കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഒരു ടെസ്റ്റ് കൂടി നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ലാബിൽ വന്ന് ടെസ്റ്റിനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, ഓവറിയിൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക വേണം. കാരണം ഓവറിയിൽ സിസ്റ്റ് ആകുമ്പോൾ നമ്മൾ CA-125 എന്ന് പറയും, അതായത് ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റാണത്. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മളതിൽ നമുക്ക് നമ്മുടെ ഓരോന്നിനും ഓരോ അളവുകളുണ്ടല്ലോ. 35 വേണ്ടത്. എനിക്ക് 27 ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. എൻഡോമെട്രിയം തിക്നെസ് ഉണ്ടായിരുന്നു. എൻഡോമെട്രിയം തിക്നെസ് ഉണ്ടായിരുന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബാത്റൂം പോകുമ്പോൾ മോഷൻ നമുക്ക് പാസ് ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ആവില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം എന്തായിരുന്നു വെച്ചാൽ രക്തത്തിനെ ചുറ്റിയിട്ടായിരുന്നു എൻഡോമെട്രിയം തിക്നെസ്. അതുപോലെ അത് കുടലിൻ്റെ അടുത്ത് കൂടിയും പോയിട്ടുണ്ടായിരുന്നു, കുടലിനെയും ഒന്ന് ചുറ്റി വരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആമാശയത്തു നിന്നും കുടലിൽ കൂടെയൊക്കെ പോയിട്ടാണല്ലോ മോഷൻ വരേണ്ടത്. അപ്പോൾ മോഷന് പോരാൻ പറ്റണില്ല, രക്തത്തിൻ്റെ അവിടെ നിന്നും പോരാൻ പറ്റണില്ല, കുടലിൻ്റെ അവിടെയും ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് മോഷൻ ക്ലിയർ ആവാഞ്ഞത്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ടും കിഡ്നി സ്റ്റോണും ഉണ്ട്, രണ്ടും ഉള്ളത് കൊണ്ട് അടിവയറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വേദനകൾ വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഏട്ടനോട് പറഞ്ഞു, നമ്മുടെ തൃശ്ശൂർ ജെം, അതായത് പറവട്ടാനി കോയമ്പത്തൂരിലുള്ള ജെം ഹോസ്പിറ്റലുണ്ടല്ലോ, അതിൻ്റെ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ട്. അവിടെ പോയിട്ട് സർജറി ചെയ്തോളൂ, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ അവിടെ പോയി ചെയ്യാൻ നല്ലത്. ഓവറിങ് പ്രായം നമ്മൾ നോക്കണ്ട. പ്രായം ഇവർക്ക് ചെറുപ്പമാണെന്ന് വെച്ചിട്ട് നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ ഓവറി റിമൂവ് ചെയ്യാതിരിക്കാനോ പറ്റില്ല. 2 ഓവറിയിലും സിസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഓവറി എടുക്കേണ്ടി വരും. പിന്നെ ബാക്കി നമുക്ക് ഹോർമോൺ ചേഞ്ചസോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ സർജറിക്ക് അഡ്മിഷൻ ആക്കുകയാണ് കേട്ടോ. സർജറിക്ക് അഡ്മിഷൻ ആക്കിയിട്ട് വല്ലാതെ നീണ്ടു പോവുക ഞാൻ പറഞ്ഞു വരുമ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ സർജറിക്ക് അഡ്മിഷൻ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, പൊതുവേ എനിക്ക് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തലചുറ്റിൽ വരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് ECG എടുക്കുമ്പോൾ ECGയിൽ വേരിയേഷൻ കാണുന്നത് കാരണം അതിൻ്റെ ടെൻഷൻ കൊണ്ടാണ്, വേറെ കുഴപ്പമുണ്ടായിട്ടല്ല. അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു, അയ്യോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ടിന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ കിട്ടണില്ല. 2-3 പ്രാവശ്യമൊക്കെ എടുക്കേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞു നമ്മൾ അഡ്മിറ്റ് ആക്കി നിൽക്കുന്ന സമയത്ത്, സർജറിക്ക് നാളെ സർജറി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അഡ്മിറ്റായി നിൽക്കുന്ന സമയത്ത് ഭയങ്കര കൂട്ടക്കരച്ചിലും കാര്യങ്ങളും കേൾക്കുകയാണ്. അപ്പോൾ അവിടെ കരൾ മാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഒരു ഭാര്യയുടെ കരൾ ഭർത്താവിന് കൊടുത്തിട്ട് ആ സർജറി കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസമായി തോന്നുന്നു ആ ഭർത്താവ് അവിടെ മരണപ്പെടുകയാണ്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഇതാണ്. പ്രജിയും ഏട്ടനുമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പ്രജിക്ക് ഇത് കണ്ടോടുകൂടി ഭയങ്കര ടെൻഷനായി. ഇപ്പോൾ പ്രജി അപ്പം തൊട്ട് തുടങ്ങി, ചേട്ടാ എന്താ ചെയ്യുക, എനിക്ക് ടെൻഷനാവണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് എന്നെ സർജറിക്ക് നമ്മളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി 10 മണിക്കൂർ എനിക്ക് സർജറിക്ക് എടുത്തു കേട്ടോ. അപ്പോൾ പ്രജി ഭയങ്കര കരച്ചിൽ തുടങ്ങി. ഒന്ന് അന്വേഷിക്കുമോ വേണിച്ചേട്ടാ, ഒന്ന് അന്വേഷിക്കുമോ എന്നുകൊണ്ട് ഭയങ്കര കരച്ചിൽ തുടങ്ങി. അപ്പം ഞാൻ ഈ സർജറിക്ക് അനസ്തേഷ്യ തരുമ്പോൾ ഞാൻ എന്ത് ചിന്തിച്ചു, ആദ്യം വയറ് നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സർജറിയിൽ എനിക്ക് എല്ലാം അറിയുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. രണ്ടാമത്തെ സർജറിക്ക് ഞാൻ വിചാരിച്ചു, ശരി ഞാനിതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ കിടക്കും, ഞാൻ ഉറങ്ങില്ല എന്നൊക്കെ മനസ്സിലൊക്കെ നമ്മൾ നിശ്ചയമൊക്കെ എടുത്തിട്ട് കിടന്നു. അപ്പോൾ ഡ്രിപ്പ് കൂടെ തന്നിട്ടുണ്ടായിരുന്നത്, അതിങ്ങനെ തന്നതേ അറിഞ്ഞുള്ളൂ. പിന്നെ നമ്മളവർ തട്ടി വിളിക്കുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത് കേട്ടോ. അപ്പോൾ അവരും ഒരുപാട് ബുദ്ധിമുട്ടി സർജറിക്ക്. കീ ഹോള് ചെയ്യാമെന്ന് വേണ്ടിയിട്ട് എടുത്ത് നോക്കുമ്പോൾ 10 മണിക്കൂറോളം പിടിക്കാൻ കാരണം രക്തത്തിനൊക്കെ ചുറ്റിയിട്ടുള്ള എൻഡോമെട്രിയം തിക്നെസ് കുടലിനെയും എല്ലാം ചുറ്റി അവർക്ക് നീക്കം ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
പിന്നെ സാധാരണ അവസ്ഥയിൽ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് യൂട്രസിനോട് ചേർന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ബ്ലാഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് മുറിവേൽക്കാനും നമുക്ക് ബ്ലാഡർ തകരാറാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതൊക്കെ വായിച്ചിട്ടും അറിഞ്ഞിട്ടും നമ്മുടെ രവി സാർ, കോൺഗ്രസിൻ്റെ നേതാവ് രവി സാറിൻ്റെ വൈഫ് മേഴ്സി രവിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ടുള്ള ഒരു അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതും അങ്ങനെ ടെൻഷൻ കൊണ്ടൊരു കൂടാരായിട്ടാണ് ഞാൻ തിയേറ്ററിലേക്ക് ചെന്നത്. അങ്ങനെ ഒരുപാട് ടെൻഷനുകളായിട്ടാണ് ഞാൻ പറഞ്ഞു തിയേറ്ററിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ബിപിയും കൂടിയുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ടെൻഷൻ അടിച്ചിട്ടായിരിക്കാം. അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ അവർ വേണേട്ടനോടും അതുപോലെ പ്രജയോടും വന്നിട്ട് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞു, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായി, ഞങ്ങൾക്കും ബുദ്ധിമുട്ടായി. പിന്നെ 5 ഡോക്ടേഴ്സ് കൂടി നിന്നിട്ടാണ് ചെയ്തത്. ഒരു സർജൻ, ഫിസിഷ്യൻ, പിന്നെ ഒരു ഗൈനക്കോളജിസ്റ്റ്, അങ്ങനെ 5 ഡോക്ടേഴ്സ് എല്ലാവരും കൂടി നിന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓപ്പറേറ്റീവ് റൂമിലേക്കല്ലേ മാറ്റുക. അവിടുന്ന് നമ്മൾ പിറ്റേ ദിവസം വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല വേദനയായിരുന്നു. അങ്ങനെ അപ്പോൾ അവിടുന്ന് സിസ്റ്റർമാർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തോന്നിച്ചാൽ, കാരണം ഈ ചേച്ചിക്ക് പ്രായം കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ വല്ല ബുദ്ധിമുട്ടും തോന്നിച്ചാൽ ഒരു ഹോർമോണിൻ്റെ ഡോക്ടറെ കണ്ടോളൂ എന്ന്. അപ്പോൾ ഏട്ടൻ ഡോക്ടേഴ്സ് വന്നപ്പോൾ റൗണ്ട്സിന് വരുന്ന സമയത്ത് ഇത് അന്വേഷിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാവുക. എന്താണെങ്കിലും ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇപ്പോഴും അനുഭവിക്കേണ്ടതുണ്ട്, ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അങ്ങനെ നമ്മൾ 2-3 ദിവസത്തേക്കാണ് അഡ്മിഷന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കീ ഹോളായത് കാരണം ഡ്രൈനേജ് ഇട്ടുണ്ടായിരുന്നു. ഡ്രൈനേജ് അതും അവിടെ ഒരു അബദ്ധം പറ്റി. സിസ്റ്റർ ക്ലീൻ ആക്കാനായിട്ട് രാവിലെ വന്നപ്പോൾ ഡ്രൈനേജിൻ്റെ ട്യൂബ് ഓഫാക്കിയിട്ടു. അത് പിന്നെ ഓണാക്കാൻ വിട്ടുപോയി. ഫ്രിഡ്ജിയുടെ കണ്ണിലാണ് പെട്ടത്. അപ്പോൾ അയ്യോ വേണിച്ചേട്ടാ, ഇത് ഡ്രൈനേജിൻ്റെ ട്യൂബ് ഓഫാക്കിയിട്ടേക്കാണ്, ഓണല്ല, അപ്പോൾ വേസ്റ്റ് വെള്ളം പോകണില്ല എന്ന് അവൾ പറഞ്ഞു. അവളാണ് കണ്ടത്. അപ്പോൾ അത് പറഞ്ഞു. വേണേട്ടൻ വേഗം പോയിട്ട് സിസ്റ്റർമാരോട് പറഞ്ഞു. സിസ്റ്റർമാർ വന്ന് നോക്കി, ഡോക്ടർ വന്നു, എല്ലാവരും വന്നു. പിന്നെ അവർക്ക് തന്നെ സംശയമായി. പിന്നെ അവരെന്തൊക്കെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്ക് വരാൻ വെച്ചത് പോവില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ തീരുള്ളൂ എന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് ഒരുപാട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ആ ഡ്രൈനേജ് പിന്നെ ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ വീണ്ടും നമുക്ക് 2 ദിവസം കൂടി കിടക്കേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വയറൊക്കെ ഉള്ളത് കൊണ്ടും ബ്ലഡൊക്കെ കീ ഹോൾ ചെയ്തു. നമുക്ക് ബ്ലഡൊക്കെ ഒരുപാട് ഒഴുകി അവർ മുഴുവനായിട്ട് തുടയ്ക്കാതെയൊക്കെ പൊട്ട സ്മെല്ലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എവിടുന്നാണ് മനസ്സിലാവാൻ നോക്കുമ്പോൾ അടിവയറിന് താഴെ ബ്ലഡൊക്കെ ഉണങ്ങി പിടിച്ചിട്ടാണ്. അതൊക്കെ തുടച്ച് നമ്മൾ ക്ലീൻ ആക്കിയിട്ടോ. പിന്നെ കീ ഹോൾ ചെയ്യുമ്പോൾ എല്ലാവരുടെയും വിചാരം കീ ഹോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറ്റത്ത് ഹോളിട്ടിട്ട് അവർ ക്യാമറ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആ ഹോളിൽ കൂടെ എടുക്കുക, അങ്ങനെയല്ല കേട്ടോ. നമുക്ക് യൂട്രസൊക്കെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ കീ ഹോൾ സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് ഹോളിട്ടിട്ട് അവർ ക്യാമറ അത് കൂടെ ഘടിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എടുക്കുന്നത് നമ്മുടെ വജനയിൽ കൂടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വജനയുടെ ഇവിടെയൊക്കെ നല്ല വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കൂടുതൽ എനിക്ക് റെസ്റ്റ് എടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. പിന്നെ മാത്രമല്ല എനിക്ക് കാലിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളും ഡിസ്കിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടിട്ടാണ് ഞാൻ ഇപ്പം നടക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ 2ാമത്തെ സർജറി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും അടിവയറ്റിൽ വേദന, അതുപോലെ തന്നെ നമ്മുടെ പീരീഡൊക്കെ റെഗുലർ ആയിരിക്കാം, ഇറഗുലർ അല്ല റെഗുലർ ആയിരിക്കാം, എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ നമുക്ക് സ്കാനിങ്ങിൽ ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറയുക, നമ്മളത് 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ സ്കാനിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാ സ്ത്രീകളും ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ സ്ത്രീകളുടെ അശ്രദ്ധ കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം എനിക്ക് അനുഭവത്തിൽ ഞാൻ അറിയുന്നൊരു ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ പങ്കുവയ്ക്കാം. പക്ഷേ എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ലെങ്തായി പോവും, നിങ്ങൾക്കതൊരു എന്താ പറയുക മടുപ്പ് പോലെ തോന്നും. അപ്പോൾ അത് വേണ്ട, അടുത്തൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ മറ്റുള്ള നമ്മുടെ കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ വേറെ വയ്ക്കാം. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ റിസൈൻ ലെറ്റർ വെക്കുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് എനിക്ക് വേദനയും വിഷമം ഉണ്ടായത്. ഞാൻ റിസൈൻ ചെയ്യുന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. എൻ്റെ നാള് പ്രകാരമുള്ള പിറന്നാളായിരുന്നു. ലാസ്റ്റ് വർക്കിംഗ് ഡേ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഉച്ചവരെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പെയിൻ ഉണ്ട്. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളത് കൊണ്ട് ഡോക്ടർ ശശിധരൻ 2 ദിവസം എനിക്ക് ഡ്രിപ്പ് ഇട്ടുണ്ടായിരുന്നു. ആ ഡ്രിപ്പ് നന്നായി യൂറിൻ പാസ് ചെയ്യുമ്പോൾ സ്റ്റോൺ പൊക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ഞാൻ 3-4 കല്ല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ കല്ലുകളുടെ ഓർമ്മയ്ക്ക്. അപ്പോൾ 3-4 കല്ല് ഞാൻ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം വേദന തുടങ്ങി നമുക്കറിയാം ഇവിടേക്ക്. പിന്നെ ഇന്നിങ്ങനെ തുടങ്ങി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരും. അവസാനം നമ്മൾ അടിവയറിന് താഴെ വേദന എത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഞാൻ ക്ലോസറ്റിലിരിക്കാതെ താഴെ ഇരുന്നിട്ട് ഞാൻ കല്ല് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 3-4 കല്ല് ഞാൻ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട്.
പിന്നെ മാത്രമല്ല അതിന് ശേഷം ഞാൻ പിന്നെ വരുന്ന കല്ലൊന്നും എടുക്കില്ല. എപ്പോഴും ഉണ്ട് കല്ലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. വെള്ളമൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട്. പക്ഷെ ഓരോ ശരീരത്തിനും കല്ലുകളിൽ രൂപം കൊള്ളുന്നത് ഓരോ ശരീരത്തിൻ്റെയും ചിലപ്പോൾ പ്രത്യേകതകളായിരിക്കാം. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കാനുള്ളത് സംഭവിക്കും. അതുപോലെ ലാസ്റ്റ് ദിവസം ഉച്ചവരെ വർക്ക് ചെയ്തിട്ട് അന്നും ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വൈകിട്ട് എനിക്ക് ചെറിയൊരു റിട്ടയർമെൻറ്റ് അല്ല റിസൈൻ ചെയ്തല്ലേ. അപ്പോൾ ഞാൻ വിട്ടുപോരുന്നതിന് എനിക്ക് ചെറിയൊരു പാർട്ടിയൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പൊക്കെ ഡിസ്കണക്റ്റ് ആക്കിയിട്ട് ഓഫീസിൽ കൊണ്ടുവന്ന് പാർട്ടിയൊക്കെ നടത്തി അങ്ങനെയാണ് എന്നെ വിട്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊരു ഓർമ്മയാണ്. നമ്മൾ ആസ്വദിച്ച് നമുക്ക് പോരാൻ പറ്റിയില്ല. എൻ്റെ റിസൈൻ ചെയ്തിട്ട് ഞാൻ ആസ്വദിച്ചിട്ട് എൻ്റെ ജോലി രാജിവെച്ച് പോരാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം സർജറി, അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളും സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തകളും ആയ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞ് അധികം താമസിയാതെയാണ് ദീപുവിൻ്റെയൊക്കെ കല്യാണം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം റെസ്റ്റ് എടുക്കാനോ കാര്യങ്ങൾക്കോ പറ്റിയില്ല. പിന്നെ എന്തിനും ഏതിനും നമുക്ക് ഓരോ സാഹചര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ റെസ്റ്റ് എടുത്ത് കിടക്കാൻ പറ്റുന്ന സാഹചര്യം ആവില്ല ഓരോരുത്തരും ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എല്ലാം നല്ലതിനെന്ന് ചിന്തിക്കുക, എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അല്ലാതെ നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് സമയമൊക്കെ നമ്മൾക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമം കുറച്ച് സമയം നമ്മൾ ചിന്തിച്ചു അല്ലെങ്കിൽ വിഷമിച്ചു, അത് കഴിഞ്ഞ് നമ്മളത് വിട്ട് കളയുക. അപ്പോൾ അങ്ങനെ എൻ്റെ രണ്ടാമത്തെ സർജറി ഇവിടെ തീരുകയാണ്. ബാക്കി കാര്യങ്ങളും ഞാൻ പറയാം. മൂന്നാമത്തെ സർജറിയെക്കുറിച്ചും നമ്മുടെ ബാക്കി ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.